ഹായ് ഹലോ വെൽക്കം ടു ആൻസ് കിച്ചൺ. ഇന്ന് സിമ്പിളായിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻ കേക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മോനിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. വലിയ ആൾക്കാർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. റോബസ്റ്റോ കദളിയോ. റോബസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല മധുരം ഉണ്ടാവും. ഞാനിപ്പം തൽക്കാലം നേന്ത്രപ്പഴമാണുള്ളത്, അതുകൊണ്ട് നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേന്ത്രപ്പഴം കൂടെ, പിന്നെ ഒരു മുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇത് അരക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതിന് പകരം കുറച്ച് പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിൽ മധുരത്തിന് വേണ്ടി എക്സ്ട്രാ ഞാൻ ഷുഗറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പഴത്തിന് ഓൾറെഡി ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ കുട്ടികൾക്ക് 1 വയസ്സ് 2 വയസ്സ് വരെ എന്താണ് ഷുഗർ ചേർക്കുന്നത്, അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെങ്കിൽ ഷുഗർ ചേർക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഷുഗർ ഇല്ലാണ്ട് തന്നെ മിക്സ് തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പാൻ കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവനത് ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ, നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന 3-4 ഐറ്റംസ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ നന്നാവുക. ഇനി ഈ ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാല് ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. പാലിന് പകരം നമുക്ക് വെള്ളം ചേർത്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെ കിട്ടുന്ന 3-4 സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.